Good morning, you fellas. It's a bit late today. അല്ലേ 8:20 സമയം. ഗോൾഡ ശരിക്കും നേരത്തെ പോയി. ഏതാണ്ട് ഒരു 6 മണിയാകുമ്പോൾ പോയി. ഇനി ഇവരെന്നെ റെഡിയാക്കിയിട്ട് കൊണ്ടുവിടണം. ഇന്ന് പ്രിങ്ങുണ്ട്. നല്ല സണ്ണി ഡേ ആണ് ഔട്ട് സൈഡ്. മേ ബി പറ്റിങ്ങി ഒന്ന് പ്രിങ്ങുനും കൊണ്ട് ബൈക്കിന് പോകണം. ഡു സം കുക്കിംഗ്, സം എഡിറ്റിംഗ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൗസ് ക്ലീനിങ്. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ 3 തവണ ഈ ടേബിൾ ഞാൻ ക്ലീൻ ചെയ്തു. 4 സോക്സ് ഇരിക്കുന്ന നോക്കിയേ. അതെങ്കിൽ വലിച്ചിട്ടു. ഫ്ലാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാസ്ക് തട്ടി ഫുള്ള് വെള്ളം ഇവിടെ കളഞ്ഞു. ഈ ഉടുപ്പും നമ്മ ഇടാൻ കൊണ്ടുവന്നത് എല്ലാം നനച്ചു. അത്രയ്ക്ക് കുരുത്തക്കേടുണ്ട് ഇവിടെ. ചിരിക്കാണ്. എന്താണ് ഈ മൂക്കില് വായല്? ഓ ഏറാ, ഞാൻ എൻ്റെ മുടി ചീന്തനേ ഉള്ളൂ കേട്ടോ. എയർകോൺ ഓണാക്കി കളിച്ചു. ആ മൂക്കട്ട എല്ലായിടത്തേക്കും കയ്യെത്തുന്നുണ്ട് പിന്നത്തേല്. ഗുഡ് ഗേൾ. ലുക്ക് അറ്റ് ദം. ഗുഡ് മോർണിംഗ് യു ഫെല്ലസ്. സേ ഗുഡ് മോർണിംഗ് യു ഫെല്ലസ്. ഗുഡ് മോർണിംഗ് യു ഫെല്ലസ്. ചേച്ചിയാ ചേച്ചിയാ, ഈ മുടി കെട്ടണ വല്ല മെഷീനുണ്ടാണോ? ചേച്ചി വന്നല്ലോ. ചേച്ചീനെ കണ്ടപ്പോൾ സന്തോഷം. കളിക്കല്ലേ ഒന്ന് വന്നിട്ട് തൊടടി. അപ്പോൾ ഒന്ന് ഇതാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടോ. ഇത്രയ്ക്ക് സന്തോഷം വേണ്ട. ഒരു ലേശം കുറക്കി. ഓ മതി. ഞാൻ അങ്ങോട്ട് നിന്നോ. ഞാൻ എല്ലാം ഇന്നലെ ഇതേപോലെ ഗുഡ് ഗേൾ ലേശമേ. Good girl, Ashame. Good girl, Eira. Good girl. Eira, good morning. We all gonna have a breakfast now. We gotta go. Okay, let's go now. We gotta go. Okay, that's us, guys. Oh, it's alright. Mamu, where are you? That's good girl, Ishmael. Yeah. Good girl, Pingo. You are good. Eira, actually too good. See, അവൾക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ, ഓൾ 4 of us എന്തൊക്കെയാണ് നല്ല രസമുള്ള പ്രയോഗം. Eira. There we go. Look. Eira. The selfie pulle. What a day. Look. കുറച്ച് ക്ലൗഡിയാണ്, പക്ഷെ നല്ല അല്ലേ പഞ്ഞി വിരിച്ച പോലത്തെ ക്ലൗഡിനെസ്. ബ്യൂട്ടിഫുൾ. വി ഗോണ ഗോ. നല്ല ഹെവി റെയിൻ ആയിരുന്നു. പിങ്ങാ, നീ വാഷിംഗ് ചെയ്തറാ? When did you do your washing? ഞാൻ വന്ന് നോക്കുമ്പോൾ ഞാൻ നിന്റെ അവിടെ നിന്ന് തുണികൾ കിട്ടിട്ട് നമുക്കില്ലെന്നും കേട്ടോ. പിന്നെന്താ വാഷ് ചെയ്യാത്തെന്ന് ഞാൻ ചോദിക്കണം നിന്നോട്. You just stay there. He gonna come and bring your bike here. കണ്ടാ, 3 ബൈക്ക്. ഇനി വേണമെങ്കിൽ 2 കുട്ടി സൈക്കിളൂണിയും കയറും. എയറേഡിയസ് മേടി. ഇപ്പോൾ ജാക്കറ്റിൻ്റെ ഷർട്ട് പ്രോപ്പറായിട്ടുണ്ട്, അല്ലെങ്കിൽ വിൻഡ് പിടിക്കുന്നത്. ബൈക്ക് സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഓടിക്കണം കേട്ടോ. നല്ല സുഖം, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ബൈക്ക്. പിന്നെ ആഫ്റ്റർ ഫിക്സിങ് മൈ ബൈക്ക് ആക്ച്വലി ഐ ആം ഡൂയിങ് ഇറ്റ് ടുഡേ ആൻഡ് ഐ ക്യാൻ ഫീൽ ഇറ്റ്സ് റിയലി സ്മൂത്ത്. നമ്മുടെ അവിടുത്തെ ഒരു മോട്ടോർ വേയുടെ സൈഡിൽ കൂടിയുള്ള ഏതാണ്ട് എനിക്ക് തോന്നണം ഇതൊരു 6 കിലോമീറ്ററാണെന്ന് തോന്നുന്നു ഈ സൈക്കിൾ പാത്ത്. എൻ്റെ ബൈക്ക് അവർ ഗ്രീസൊക്കെ ഇട്ടിട്ടേ നല്ല രസമാക്കിയിട്ടുണ്ട്. നല്ല സുഖം ചവിട്ടാൻ. Already? Yeah. So you can put the gear down, then you feel a little bit better. You can try, get up and move. Bring gear change in. So use this finger to bring it back. When you want to go up, see? There is another one here, look. Muscles. Yeah, they got oysters. ഇവിടെ ഈ കടലിൽ നല്ലോണം ഓയിസ്റ്റർ ഉണ്ട്. ഇതിന് കടലല്ല, ഇതൊരു ഇൻലെറ്റാണ്. ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലം നോക്കിയേ, അടിപൊളിയല്ലേ? വളരെ മീനിങ് ഫുൾ സെഷൻ അല്ലേ? വീട്ടിലിരിക്കുകയാണ് ചെയ്യാൻ, എസ്പെഷ്യലി ഹോളിഡേയ്സ്. ഇവരെ ഫുൾ ടൈം വീട്ടിൽ നമുക്ക് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഇതാകുമ്പോൾ ബ്യൂട്ടിഫുൾ സണ്ണി ഡേ ആണ്. ദേ ആർ ബേണിങ് സം കാലറീസ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ.
അറ്റ്ലീസ്റ്റ് 140 calories, maybe. Good 30 minute biking. Beautiful. കുറച്ച് നേച്ചറും കുറച്ച് പുല്ലും കടലിൻ്റെ പകുതിയും കാറും കുട്ടികൾ ബൈക്ക് ചെയ്യണതും ഐ ക്യാൻ സീ പ്ലെൻറ്റി. എന്ന് മാത്രമല്ല നമുക്ക് എക്സസൈസ് അല്ലേ. ഇന്നിപ്പോൾ ജിമ്മിൽ പോയില്ല, ബട്ട് ആഫ്റ്റർനൂൺ അവരുടെ കൂട്ടത്തിൽ പറ്റിയെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ബട്ട് ദിസ് ഈസ് ഓൾസോ ഗുഡ് ട്രെയിനിങ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അസ്. ആൻഡ് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടാക്കിയിട്ട് ഹാഫ് ആൻ അവർ വാക്കിംഗ് ഓർ ബൈക്കിംഗ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, എസ്പെഷ്യലി വിത്ത് ഫാമിലി. Family comes first. Yes, it is. That's not hard. Dada and I'm used to do biking for what? 10 kilometers every day, 14 kilometers. Then when you do every day, you don't feel like you're doing it. Beautiful, guys. Thank you very much. South boy. ഹോട്ട് ഹെഡ് ഹോട്ടായിരുന്നു അവൻ്റെ തലവേന എടുക്കാന്ന്. തലവേനയാ അവന്, തല ഹോട്ട്. ബ്രേ ഹേ ബ്രേ. Do it again. Well, I want to try. I want to try. No, you're not allowed to spit on me. No. You don't even know how to do it. What about you? ഹായ് അമ്മ. അമ്മ ഞങ്ങൾ റബ്ബിഷ് ബിന്ന് കൊണ്ടുവയ്ക്കണ സമയത്താട്ടാ വന്നേ. അമ്മേനെ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് വൈറ്റ് ബ്ലൂയിഷ് വൈറ്റിൻ്റെ ഉള്ളിൽ പിങ്ക് കളറിൽ, പിങ്ക് എന്നിട്ടത് മെറൂണാ, അതിൽ കാണാൻ നല്ല രസമുണ്ട്. യു ലുക്ക് ഗ്രിഗോറിയസ്. യാ, ആക്ച്വലി ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും പ്രിങ്ങും. ഇന്ന് ലഞ്ചിന് സെയിം ഇന്നലത്തെ ബർഗറായിരുന്നു. ആക്ച്വലി എന്തുണ്ടായി വെച്ചാൽ ബർഗർ കഴിക്കുന്നതിനിടയിലാണ് ഗോൾഡ് വിളിച്ച് പറഞ്ഞത് ഏറയ്ക്ക് ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്, കിൻഡർ ഗാർഡനിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് അവളെന്നെ കൊണ്ടുവരണമെന്ന്. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നമ്മുടെ പോർക്കിൻ്റെ തല, വൺ ഓഫ് ദ ചീപ്പസ്റ്റ് സാധനമാണ് ന്യൂസിലാൻഡിൽ കിട്ടുന്നത്, $9 ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഓവൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ തലയൊന്നും അധികം കാണിക്കാൻ പറ്റില്ല കേട്ടോ, പോർക്കിൻ്റെ തലയൊക്കെ കാട്ടി കഴിഞ്ഞാൽ യൂട്യൂബിന് പനിക്കും. സോ ദാറ്റ്സ് ഡൺ. നൗ ഗോ ആൻഡ് പിക്ക് ചെയ്യറാ. ഇതൊക്കെ കേട്ടോ, ഇതാണ് പനി ടെമ്പറേച്ചറുള്ള ആളത്. എവിടെയാണ് ടെമ്പറേച്ചർ നിനക്ക്? ഉണ്ട്, ചെവിയൊക്കെ കുറച്ച് ചുമന്നിരിക്കുന്നുണ്ട്. അവര് തണുത്ത വെള്ളം വെച്ചു. ഇപ്പൊ ഇവളെന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിനാണ് വേഗം കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ടാ. പിന്നെ ഇപ്പൊ ഇവൾക്കൊരു സൗകര്യം ഉണ്ട്, ഇവൾക്ക് സ്കൂളിൽ നിന്ന് സിക്ക് വിളിച്ചാൽ ഇവൾക്ക് രക്ഷപ്പെടാം. ഇവര് തമ്മിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഈസിയാണ് കേട്ടോ. കഴിഞ്ഞ വ്യാഴാഴ്ച ഏറയ്ക്ക് പനി വരുന്നു, ഈ വ്യാഴാഴ്ച ഇതെന്താ നമുക്ക് വ്യാഴാഴ്ച പ്രായം വലുതും കയറിയ. എനിക്ക് തോന്നേ ഇവള് കുറച്ച് അകരകണ്ണിയാന്ന് തോന്നുന്നു കേട്ടാ. പനിയുടെ കളി കളിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ കുറച്ച് അടവുണ്ട് കേട്ടാ. സ്കിൽഫുള്ളി ഇവള് ഉടായ്പൊക്കെ അടിച്ച് പനിയാന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരിനെയും ചേച്ചീനെയൊക്കെ വിളിച്ചിറക്കി കൊണ്ടിരുന്നുണ്ട്. ഏർമാ, that's not good. Esme, tell me the truth. Is that true? Is she really sick, Esme? Is she? എനിക്കെന്നറിയില്ല, നീ മുന്നേ എനിക്ക് ഉറക്കം വന്നിട്ട് കാണാൻ വേണ്ടി പണ്ടരണം കണ്ടിട്ട്. അതെ Esme, is that true, Esme? ഡാട കെട്ടി തന്ന മുടിയുണ്ടാ അങ്ങനെ മുകുട് പോലെ, എന്താ മകുടി പോലെ ഇരിക്കുന്നുണ്ട്. നല്ല സ്കൈലൊക്കെ ഇതാ. ഓക്കെ Esme, the sky, look at the sky, beautiful sky, look at this. ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയാ കണ്ട. സ്കൂളിൽ നിന്ന് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരണേ, ഷർട്ടൊക്കെ കൂടിയിട്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയാൽ ചിറി കോടിയിട്ടിങ്ങനെ പിടിച്ച് നോക്കിയാ. അങ്ങനെ എൻ്റെ പ്ലാൻ വർക്കിട്. കുട്ടി ജോബ് ഇനി പല്ല് വരണമെന്ന് എന്തോ ഒരു സാധനം ഉണ്ട് അവിടെ. എനിക്ക് വേദന, അതൊക്കെ ആ വക നമ്പറൊക്കെ അപ്പൻ്റെ ആട്ടറികളുടെ. ചെറിയ വേദന ഉണ്ടെങ്കിലും തൃശ്ശൂർ വേർഷൻ വരും നമ്മുടെ ഹൈ എൻഡ് പോർഷൻ കാണിക്കും നമ്മൾ. എന്ന് പറഞ്ഞത് അമ്മേ അല്ലെന്ന് എൻ്റെ സ്വഭാവമാണ്. ഞാനല്ലേ കുട്ടിയപ്പൻ, എൻ്റെ അപ്പനെ വെള്ളപ്പൻ താഹം പറ്റൂ. ചെറിയ ചൂടുണ്ട് കേട്ടോ.
ഫുഡ് കഴിച്ചാ നീ? വാവയെന്ന് പറഞ്ഞിട്ട് നീ നിന്നെ ഉറക്കണ് വാവയെന്ന് പറഞ്ഞിട്ട് അതെൻ്റെ വായാന്നാ. കാലത്ത് നല്ല സൂപ്പറായിട്ട് ഉടുപ്പൊക്കെ ഞാൻ ഒന്ന് മുടിയൊക്കെ കെട്ടി കൊടുത്തത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ കണ്ടാ? ഏയ് പാഞ്ചാബിക്കോ? ഏയ് പാഞ്ചാബേ. ആ ബമ്പട്ട് ഫുഡ്. ഓ സ്പ്രേ ഫ്രീ ഷവർ ഗൈസ്. ഷീസ് ഓക്കെ കേട്ടോ. ചെറിയൊരു ഒരു മൈൽഡ് ടെമ്പറേച്ചർ എടിക്കോണ്ടേ. പാനഡോൾ കൊടുക്കാം, അതിന് ഓർക്കാം. ഇന്നപ്പോൾ സൂപ്പർ സെഷൻ ആയിരുന്നു. ആഫ്റ്റർനൂൺ നമുക്ക് എയറയുടെ അടുത്ത് എസ്മയുടെ അടുത്ത് നോക്കിയാൽ എയ്റ ഹൗ വാസ് ട്രെയിനിങ് ടുഡേ? ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ് ആയിരുന്നാ? ബാക്കി സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. നീയോ? അത് മിഠായി അല്ലത്, അതന്നെ മൈക്ക് തിന്നേന്. That was a good session ആയിരുന്നു കേട്ടോ. Let me ask അമ്മ how was it? നല്ലായിരുന്നു. ഹാപ്പി ആയിട്ട് നീ ചെയ്താ? നിനക്ക് സമാധാനമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാ? ഇനി ഒരു ദിവസം കൂടെ ചെയ്യണം. അല്ല ചെയ്തു, എന്ന് ചെയ്തു. ഇന്ന് അപ്പർ ബോഡി ചെയ്തു. അപ്പൊ ഇനി അടുത്ത ദിവസം ഒരു ലോവർ ബോഡി കൂടെ ചെയ്യണം എന്ന് ആഗ്രഹം. 3 ദിവസമാണ് ഞാൻ എയിം ചെയ്യണത്. That's a good target. 3 days. That's all right. At least 3 days. Now dinner time. We go and eat and feed the kiddo. And we'll do this. ഏത്? ഇവിടെ ഇടി. ദേ നമ്മുടെ ഈസി ഡിന്നർ, അല്ലെങ്കിൽ എന്താ ഇതിന് കോൾഡേ പറയാ, ചീപ്പിന് പകരം എന്താ വേർഡ് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ നീ കോൾഡേ? അഫോർഡബിൾ ഡിന്നർ. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, നമ്മുടെ പന്നിത്തല. ഇതിന്റെ ബാക്ക് വശം നോക്കിയേ. ഇതിന്റെ നാക്ക് ഇത് കണ്ടാ? ഇതിന്റെ നാക്ക് തലച്ചോറ് നമ്മൾ കുറച്ച് സ്ലോ ആൻഡ് 3 മണിക്കൂർ കൊണ്ട് വേവിച്ചതാണ്. ആൻഡ് ലെറ്റ് സീ, ബ്യൂട്ടിഫുൾ മീറ്റ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡൺ. ഓക്കെ, നമുക്ക് മെയിനായിട്ട് നാളത്തേക്കൊക്കെ ഇത് കെസദിയും അതുപോലെയൊക്കെ ആക്കിയെടുക്കാം. നല്ല അടിപൊളി മീറ്റാണ്. ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് പ്ലെൻറ്റി ഫാറ്റ് ബ്യൂട്ടിഫുൾ മീറ്റ് ഫോർ $9. ഇനി ഞാൻ എന്നും ചെയ്യണ പോലെ നമുക്ക് ഇതിൻ്റെ നോക്കിയാൽ ഗോൾഡ ദ ബെസ്റ്റ് വൺ ഗോൾഡ. ഇതിന്റെ ക്രിസ്പി സൗണ്ട് കേൾക്കാൻ ഇവിടെ സമ്മതിക്കില്ല പിള്ളേർ. ഇതേ നോക്കിയേ, അതിന്റെ മണ്ണടിച്ചു. അതാ കണ്ട. വാവ്, വെരി തിൻ. ഇവിടെ വെച്ചിട്ടുണ്ട് ഇവർക്കും കൊടുക്കാം. സോ ഗുഡ്. പിങ്ങപ്പാ, യു ഈറ്റിംഗ് ഓവർ? പിങ്ങ വാ. ഓക്കെ. Can I get the invitation? ഇത് കഴിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം. ഇന്നലെ വന്നൊരു കമൻ്റാണ്. അതായത് നിനക്കും ജോയിൻ ചെയ്യാട്ടോ കൊണ്ടേ. അതായത് പ്രിങ്ങുവിന് നിങ്ങളൊരു തരി ചോറ് ചോദിക്കുമ്പോൾ കൊടുക്കാത്തത് എന്താണ്? നിങ്ങൾക്ക് ചോറ് ഇഷ്ടമല്ല എന്ന് കരുതി നിങ്ങൾ ഇവൾക്ക് കൊടുക്കാതിരിക്കുന്നത് എന്തിനാണ്? അവരുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്നത് ആക്ച്വലി സോഫ്റ്റ് പാരന്റിങ്ങിന്റെ എന്തോ ലക്ഷണമാണെന്നും അത് അവരുടെ നമ്മളായിട്ടുള്ള അഫെക്ഷനും ഇന്റിമസിയും ഒക്കെ കൂട്ടും എന്നുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇന്നലെ കണ്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോയിൽ ആക്ച്വലി പ്രിങ്ങുവിന് നമ്മൾ ചോറ് കൊടുക്കാറുണ്ട്. പ്രിങ്ങുവിന് എന്നല്ല, നമ്മളിവിടെ വീട്ടിൽ ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ പ്രിങ്ങുവിനും ചോറ് കൊടുക്കാറുണ്ട്. പക്ഷെ പ്രിങ്ങു എപ്പോഴും പ്രിഫറബിളി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിങ്ങുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ചോറാണ്. അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ദിവസം അവള് ആരുടെ വീട്ടിൽ വെച്ചിട്ടാണോ ആ ചുമന്ന ചോറ് എടുത്തത്? അത്രയ്ക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാ. അയ്യോ, എവിടെ പോയപ്പോഴായിരുന്നു? പുറത്ത് കഴിക്കാൻ പോയപ്പോ. ഈ പ്രിങ്ങു ഒരു സ്ഥലത്ത് പോയിട്ട് ചോറ് എടുക്കാന്ന് വിചാരിച്ചോ. പ്രിങ്ങു ക്യാൻ എന്താ പറയാ, ഒരു 300 മുതൽ 400 ഗ്രാമോളം ചോറ് പ്രിങ്ങുവിന് കഴിക്കാൻ പറ്റും. അതും അതിൽ ചാറൊന്നും വേണ്ട. വൈ? നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം നേരിടുന്നത് ഓവർ കൺസംഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവർ യങ് ഏജ് ഗ്രൂപ്പിലായിട്ട് ഇരിക്കുമ്പോഴാണ്. അതായത് കുട്ടികളുടെ കാലഘട്ടം മുതൽ ഒരു 10, 28, 29 വയസ്സ് വരെ. ഇതുവരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ വലിയ പ്രശ്നമൊന്നും അറിയില്ല. പതുക്കെ നമുക്ക് ഇതിൻ്റെ ഒരു അഡിക്ഷൻ വരികയാണ്. മോസ്റ്റ്ലി ഇത് സെല്ല് ചെയ്യണ കമ്പനിക്കാരും ഇത് ഇവർക്ക് അറിയാം. ഇവര് നമ്മളെന്നെ സിക്കാക്കാനല്ല, അവർ ദേ ആർ സെല്ലിങ് സം പ്രോഡക്റ്റ് വിച്ച് ഈസ് എ ചീപ്പ് പ്രോഡക്റ്റ്. അതല്ല വെച്ചെങ്കിൽ പഞ്ചസാരയുടെ മുകളിൽ കുൽസിതങ്ങൾ കാട്ടിക്കൂട്ടിയാൽ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മുകളിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളിന് പ്രിങ്ങുവിൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയൽസ് ആയിരിക്കും. മധുരമുള്ള
ധാന്യങ്ങളിൽ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡായിരിക്കും ഇവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അല്ലച്ചെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വന്നിട്ട് ഓടി വന്നിട്ട് എനിക്ക് മുട്ട തരൂ എന്ന് ചോദിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്നാക്ക് കൊടുക്കുന്നത് നമ്മളെന്താണ് കൊടുത്ത് കഴിക്കുന്നത്? ഈ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രോസസ്ഡ് ബിസ്ക്കറ്റ്സ്, ഫ്രൂട്ട് ജ്യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഇവർ കഴിക്കുന്ന ലഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 85% കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്, പഞ്ചസാര അടങ്ങിയതാണ്. അത് കഴിഞ്ഞ് സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ഇവർ ചായ കുടിക്കുന്നത് എന്താണ്? ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഉച്ചതിരിഞ്ഞ് വന്നിട്ട് ഏതാണ്ട് ഫുള്ള് 100% കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഡിന്നർ കഴിക്കുന്നതും ഏതാണ്ട് 60%. അതിൽ നിന്ന് നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 30%ലേക്ക് ആ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്താ പറയുക, ഇഫ് യു വാണ്ട് ടു കോൾ ദാറ്റ് ആസ് എ ഹാർഡ് പാരൻറ്റിങ് ആണ് എന്നൊക്കെ സെറ്റിംഗ് ദ ബൗണ്ടറീസ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വായ തോന്നിയ രീതിയിൽ പഞ്ചസാരയും ഷുഗറും റൈസും, ബിക്കോസ് നിങ്ങൾ അവരെ നോക്കി നോക്ക്, അവർ വന്ന് ചോദിക്കില്ല. ദേ ഓൾവേസ് ആസ്ക് ഫോർ ഷുഗർ, ദേ ഓൾവേസ് ആസ്ക് ഫോർ റൈസ്, ദേ ഓൾവേസ് ആസ്ക് ഫോർ ബ്രെഡ്. ഓക്കെ, സോ അതുകൊണ്ടാണ്. അതല്ലാതെ ഇപ്പം എന്താ പറയുക, എനിക്ക് റൈസ് ഇഷ്ടമില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് റൈസാണ്. ആൻഡ് ഐ വിൽ ആസ്ക് ആക്ച്വലി യു ഗൈസ് ടു ഈറ്റ് റൈസ്. ഇഫ് യു പ്രിഫർ എനി കാർബോഹൈഡ്രേറ്റ്സ് ടു ഈറ്റ്, ദെൻ ഈറ്റ് റൈസ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ് യു ക്യാൻ ഈറ്റ് ആഫ്റ്റർ പൊട്ടാറ്റോ. പൊട്ടാറ്റോ പക്ഷേ നമുക്കൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് പൊട്ടാറ്റോയ്ക്ക്. അതുകൊണ്ട് നമ്മൾ പൊട്ടാറ്റോ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതർവൈസ് റൈസ് ഈസ് ദ ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. പൃങ്ങൊന്നും വന്നിട്ട് ചോദിച്ചിട്ട് അയ്യോ ഡാഡേ എനിക്കിന്ന് മുട്ട മാത്രം മതി, നോ, they don't do that. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അവള് ഈ ചോറ് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അവള് ചിലപ്പോൾ കുറേ അങ്ങോട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തുടങ്ങും, അയ്യോ എൻ്റെ വയറ്, അയ്യോ വയറ് വേദന എടുക്കണു, വയറ് തറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട്. അല്ലേ വിങ്ങോ? Is that true? She can't handle it. ഞാൻ മിക്സിയിൽ നാരുണ്ട്, അവർക്ക് ഇറങ്ങുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് ഇവർ നമ്മളോട് അഫെക്ഷൻ കുറഞ്ഞ് കുറച്ച് ഡിറ്റാച്ച് ചെയ്തിട്ട് പോവാണെന്ന് വെച്ചാൽ വളരെ നല്ല കാര്യം. ഒരു ലേശ അറ്റാച്ച്മെന്റ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇവർക്ക് 10-12 വയസ്സാകുമ്പോൾ ഇവരെ പ്രായപൂർത്തിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ സങ്കടമൊന്നും ഇല്ലാണ്ട് പൊക്കോളുമല്ലോ, ഇൻഡിപെൻഡന്റ് ആയിക്കോളുമല്ലോ. നീ അങ്ങനെ ചെയ്യൂല. അന്തമാരി ആൾകൾ. കൊച്ചിന്റെ പകുതി വെള്ളം ആര് കുടിച്ചു ഇതിനകത്തുനിന്ന്? അച്ഛമ്മ പോണ്ട, അത് ഏറമ്മ ആരാ പോവാ? നല്ല ഇഷ്ടാ പോർക്ക്. സോഫ്റ്റ് പാരന്റിങ്, ഹാർഡ് പാരന്റിങ് എന്നല്ല, യു ആർ സെറ്റിംഗ് ദ ബൗണ്ടറീസ്. ഈ കബോർഡിൽ മുഴുവൻ മിച്ചറും ഇതും മേടിച്ചു വെച്ചിട്ട് കുട്ടികൾ ഏത് സമയം വന്നിട്ട് തിന്നുന്നൊരവസ്ഥയിലേക്ക് അത് നോക്കിയിട്ട് വളരെ നോർമലാണെന്ന് പറയാൻ എന്നോട് പറ്റില്ല. അല്ല, അവളങ്ങനെ കബോർഡിൽ നിന്നൊന്നും അങ്ങനെ തുറന്നൊന്നും എടുത്ത് അവളുടെ ഗുണ അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാരണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് they don't know. ഇനി ഇൻ കേസ് അവൾ എന്തെങ്കിലും തിന്നുണ്ടെങ്കിൽ അവൾ പറയും. അവൾക്കറിയില്ല, അവൾക്കെന്നല്ല ഒരു കുട്ടികൾക്ക് തിരിച്ചറിയില്ല. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് വിചാരിച്ചിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. അവൾക്ക് ഇഷ്ടമുള്ള സാധനം ചോറ്, ആ ചോറ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അവർക്ക് നല്ല നമുക്കും ഈ പറഞ്ഞ പോലെ നമുക്കും ഇഷ്ടമാണ് ഇടയ്ക്ക് ചോറ്. ഇതിന്റെ ടീത്ത് ഉണ്ട് അവിടെ. ഇറച്ചിയുടെ മുകളില് കുറച്ചൊന്നല്ല, ചുരുങ്ങിയത് ഇതിന്റെ മുകളില് ഒരു 800 ഗ്രാം ഇറച്ചി ഉണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ തലയുടെ മുകളില് ഫുൾ മീറ്റാണ് ഈ തല. എനിക്ക് ഒരു കൈ കൊണ്ട് കുട്ടിക്ക് അതാ വേണ്ടേ? എണീക്കണേ, വയലിരിക്കണല്ലോ പീസ്. ഓക്കെ, അതാണ് ഇന്നത്തെ എൻ്റെ നോട്ട്. സോ ഫീഡ് ദം ലെസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫീഡ് ദം ഇനഫ് മീറ്റ് ലൈക്ക് ഐ ഓൾവേസ് സേ. കണ്ട കൈ അടിച്ചു മുട്ടൻ. ഗുഡ് ഡാഡേ, ഗുഡ്. ഓക്കെ, അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ വരയ്ക്കും. ബൈ ഫോർ നോ, ബൈ ബൈ ബുപ്പാ. എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും ഒരു തലയുടെ മുകളിലെ ഇറച്ചിയാണ് ഈ കണ്ട. കണ്ട പോകുന്നതിനേക്കാളും മുന്നേ ഇതൊന്ന് കണ്ടോട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞത്, കഴുത്തിൻ്റെ ഇറച്ചി കണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. വേറൊന്നുമല്ല, അത്രയും സൂപ്പറായിട്ടുള്ള നൂല് പോലെയുള്ള പുൾഡ് മീറ്റ് വരുന്ന ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ മസിൽ ഫൈബേഴ്സ് അങ്ങനത്തെയാണ്. കണ്ട ഓക്കെ, എന്തോരം മീറ്റാന്ന് നോക്ക്. ഓക്കെ.
നാളെ നമുക്ക് വെള്ളിയാഴ്ച ആണല്ലോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് പുൾഡ് ഇതുണ്ടാക്കാം. നമ്മുടെ ബാബയ്ക്കോ എന്തെങ്കിലും സാധനങ്ങൾ. ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് എ നൂലും കെട്ട്. ലുക്ക് ആൻഡ് ദിസ് മൈ ഡിന്നർ. പോർക്ക് വേണ്ടേ? കൊണ്ടുവയ്ക്കാം. ഇത് കണ്ട, ഇതാണ് ഇപ്പം ഇന്നലെ ഗോൾഡ് ഉണ്ടാക്കിയതാണ്. നമ്മുടെ പൊരി ഉപയോഗിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ട. ഇവർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വിളിക്കില്ല. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നില്ല, അരി കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ചോറ് തിന്നാത്ത ആള് ഇത് തിന്നുണ്ട്. ചോറ് തിന്നാത്ത ആളല്ലേ, ചോറ് കിട്ടാത്ത ആള്. ചോറ് കിട്ടാത്ത ആള്. ഇത് ആര് ഇതിപ്പോ വേണ്ടാന്ന് പറഞ്ഞു പോയാ? ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലെ പൊരി ഉണ്ടൻ പൊരി. ഞാനൊരു ഉണ്ടൻ പൊരി കഴിക്കട്ടെ. മോൻ്റെ പോർക്കിനേക്കാളും ക്രഞ്ചി ആൻഡ് ക്രിസ്പിയാ. അതിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അല്ല, മറ്റേ ചോക്ലേറ്റ് ഇട്ടാ, അതുകൊണ്ട് ഇച്ചിരി മധുരമുണ്ട്. ഡാർക്ക് ഇടുമ്പോൾ ഇച്ചിരി കൂടെ രസം ഉണ്ടാവും അല്ലേ?